ശാരീരിക ബന്ധം നടക്കണമെന്നുള്ളതാണ് ജീവശാസ്ത്രപരമായുള്ള ലക്ഷ്യം. ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ശാരീരിക ബന്ധം നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. അടിഞ്ഞുകൂടുന്ന ടെസ്റ്റോസ്റ്ററോണ് ലിബിഡോ ഉൽപ്പാദിപ്പിക്കലല്ലാത്ത മറ്റൊരു ധർമ്മമുണ്ട്. ആ ധർമ്മം ഏതെങ്കിലും എൻഡോക്രൈനോളജി വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഈ ബുദ്ധിജീവികൾക്ക് കാണാൻ കഴിയുന്നതാണ് ക്രിമിനലൈസേഷനാണ്. ടെസ്റ്റോസ്റ്ററോണിന്റെ ഒന്നാമത്തെ ധർമ്മം ലിബിഡോ ആണെങ്കിൽ രണ്ടാമത്തത് ക്രിമിനലൈസേഷനാണ്. ആളെ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കലാണ്. എന്തുകൊണ്ട് കൂടുതൽ പുരുഷന്മാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി ലൈംഗിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന പുതിയ ഉത്തരങ്ങളിൽ ഒന്നിതാണ്. അഥവാ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്ന പറ്റുന്ന രൂപത്തിലാണ് സമൂഹം മുഴുവനും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. പുറത്തിറങ്ങിയാൽ പോസ്റ്റർ, TV തുറന്നാൽ ആട്ടം, കമ്പ്യൂട്ടർ തുറന്നാൽ പിന്നെ തുറന്നയാട്ടം. പറയേണ്ട ആവശ്യമില്ലല്ലോ. റോട്ടിലിറങ്ങിയാൽ, ഓഫീസിൽ ചെന്നാൽ എല്ലായിടത്തും അർദ്ധനഗ്നകളെയാണ് കാണേണ്ടി വരുന്നത്. അവരുമായാണ് ഇടപഴകേണ്ടി വരുന്നത്. ആ ഇടപഴകലുകൾ സ്വാഭാവികമായും പുരുഷ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതവൻ ബോധപൂർവമായി ചെയ്യുന്നതല്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പെണ്ണിന്റെ ശരീരം കാണുമ്പോൾ ഉണ്ടാകുന്ന പുരുഷ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ബോധപൂർവമാണ് എന്നല്ലല്ലോ വസ്തുത. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പ്രത്യേകം നിഷ്കർഷിച്ചത് നോക്കരുത് എന്ന്. ഒറ്റ നോട്ടമേ നോക്കാവൂ എന്ന്, തുറിച്ചു നോക്കാൻ പാടില്ല എന്ന്, ലൈംഗിക വികാരം വന്നാൽ കണ്ണ് താഴ്ത്തൽ നിർബന്ധമാണ് എന്ന്. ഇതെല്ലാം കൽപ്പിക്കുവാനുള്ള കാരണം ഇതാണ്. ഒരിക്കലും അവന്റെ കൺട്രോളിൽ പോലുമല്ല ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വസ്തുതയാണ്. ആ വസ്തുതയെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. പരിശുദ്ധ ഖുർആൻ പർദ്ദയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതല്ലെങ്കിൽ ഹിജാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. എന്താ? ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുദൈന. അതാണ് നിങ്ങൾക്ക് നല്ലത്, അവർക്ക് നല്ലത്. എന്തിന്? തിരിച്ചറിയപ്പെടാൻ, ആക്രമിക്കപ്പെടാതിരിക്കാൻ. അവരുടെ വസ്ത്രം തന്നെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയപ്പെടുകയാണ് ഒന്നാമതായി. എന്താണ് തിരിച്ചറിയൽ? പുരുഷനോട് ഈ വസ്ത്രം ധരിക്കുന്ന പെണ്ണ് ആ പെണ്ണിന്റെ വസ്ത്രം വഴി തന്നെ പറയുകയാണ്, നിങ്ങളുടെ കാമക്കണ്ണുകൾക്ക് വേണ്ടിയുള്ളതല്ല ഈ ശരീരം, ഇതിന് അർഹതപ്പെട്ട ആളുടെ മുന്നിൽ മാത്രം സമർപ്പിക്കുവാനുള്ളതാണ് എന്ന് സ്വയം വസ്ത്രം കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഫലാ യുഖദൈന, ആക്രമിക്കപ്പെടാതിരിക്കാൻ. ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനെ സ്ഥിരീകരിക്കുന്ന, സത്യപ്പെടുത്തുന്ന പുതിയ പഠനങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ അതിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇനി അതിനർത്ഥം പുരുഷന് കയറയച്ചു വിടണമെന്നാണോ? അല്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, അങ്ങനെ എല്ലാമാണെങ്കിലും പുരുഷൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പേപ്പട്ടിയെ കെട്ടിയിടണം, തീർച്ചയായും കെട്ടിയിടണം. ആ കെട്ടിയിട്ട പേപ്പട്ടിയുടെ മുന്നിൽ തന്നെ പോയി നിന്ന് പിന്നെ ഡാൻസ് കളിക്കേണ്ട കാര്യമില്ലല്ലോ. ആ കടിച്ചാൽ അതിന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ സമ്പത്ത്, കള്ളന്മാരുണ്ട്, അതുകൊണ്ട് ഒരു പോലീസ് പറയാന്ന് വിചാരിക്കുക, നാട്ടിൽ നിരന്ന് കള്ളന്മാരുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോക്കറെല്ലാം ശരിക്ക് പൂട്ടണം എന്ന് പറഞ്ഞാൽ ഈ പോലീസ് എന്തൊരു പുരുഷാധിപത്യമാണ് പോലീസിൻ്റെത്. പോലീസിന്റെ പുരുഷാധിപത്യമല്ലേ? കള്ളന്മാരെല്ലാം പുരുഷന്മാരാണ്, അതുകൊണ്ട് സ്ത്രീകൾ ലോക്കർ പൂട്ടണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ലോക്കർ പൂട്ടണട്ടോ എന്നുള്ളതല്ല പോലീസ് നോക്കേണ്ടത്. ലോക്കർ ചിലപ്പോൾ തുറന്നു വെക്കും. പോലീസിന്റെ പണിയെടുത്തിട്ട് കള്ളന്മാരെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പൈസ ആയിട്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതാണ് വിഷയം. പോലീസിന്റെ പണി പോലീസ് എടുക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ട സംഭവം നമ്മൾ ചെയ്യുക തന്നെ വേണം. അതാണ് സ്ത്രീയോട് ഇസ്ലാം പഠിപ്പിച്ചത്. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം കൃത്യമായ ശക്തമായ നടപടികളുണ്ടാകും. ആണിനെ പിടിച്ചു വെക്കണം എന്നാണ്. ആണിനെ പിടിച്ചു വെക്കണം എന്ന് പറയുന്നവർ
എന്താണ് ആണത്വമെന്നും ആണിൻ്റെ ലൈംഗികത എന്താണ് എന്നും പെണ്ണിൻ്റെ ധർമ്മം എന്താണ് എന്നുമെല്ലാം ഏറ്റവും മിനിമം ഒന്ന് വായിച്ച് പഠിക്കുകയെങ്കിലും ചെയ്യണം എന്ന് മാത്രമാണ് അവരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇസ്ലാം പഠിപ്പിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. മാന്യമായി വസ്ത്രം ധരിക്കണം. എന്താ ആ വസ്ത്രം വഴി തിരിച്ചറിയപ്പെടണം, ആക്രമിക്കപ്പെട്ടുകൂടാ. ആ തിരിച്ചറിയപ്പെടുന്നതിന് കാരണമാകുന്നുണ്ടോ? വസ്തുതയതല്ലേ? ആരുടെയെങ്കിലും പറയേണ്ട പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? യാതൊരു കാര്യമില്ലല്ലോ. നമുക്കറിയാം, പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗികതകൾ വ്യത്യാസമുണ്ട്. സ്ത്രീയെ പലപ്പോഴും പുരുഷനെ പോലെ കരുതിക്കൊണ്ടാണ് പുരുഷൻ സമീപിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് പലപ്പോഴും പൊതുവേദികളിലും പൊതുസ്ഥലങ്ങളിലും ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകൾ, വസ്ത്രലങ്കാരുന്ന സ്ത്രീകൾ സ്പർശരോഗികളുടെ അസുഖം സഹിക്കാത്തവരാരാണുള്ളത്? എന്താണ് സ്പർശരോഗത്തിന്റെ മനഃശാസ്ത്രം? സ്പർശരോഗത്തിന്റെ മനഃശാസ്ത്രം പുരുഷന് പെണ്ണ് സ്പർശിച്ചാൽ ഉണ്ടാകുന്നത് പോലെയുള്ള കാമവികാരം പെണ്ണിനെ പുരുഷൻ സ്പർശിച്ചാലും ഉണ്ടാകുമെന്നും, ഒരു അന്യപുരുഷൻ മെല്ലെ സ്പർശിച്ചാൽ ആ വികാരം ഉണ്ടാവുകയും പെണ്ണ് തനിക്ക് വഴിപ്പെടുകയും ചെയ്യും എന്നുമുള്ള ധാരണ പിശക്. അവിടെ തന്നെ പോലെയാണ് പെണ്ണുമെന്നുള്ള കരുതൽ. ആ കരുതലിൽ നിന്ന് തുടങ്ങാണ്. ആ തുടങ്ങി പിന്നീട് പെണ്ണിന്റെ സ്വാഭാവികമായ പ്രകൃതി അനുസരിച്ച് ആ സ്പർശരോഗികളോട് പ്രതികരിക്കില്ല. അത് മറച്ചു വെക്കാനാണ് പെണ്ണ് പൊതുവെ ശ്രമിക്കുക. ആ ശ്രമം പുരുഷൻ പലപ്പോഴും തന്നോടുള്ള അനുകൂലമായി തെറ്റിദ്ധരിച്ചു തുടങ്ങുന്നു. അങ്ങനെ പോയി അവസാനം എവിടെയെങ്കിലും എല്ലാം എത്തുമ്പോൾ അത് ബലാത്സംഗത്തിലേക്കും ശാരീരിക ബന്ധത്തിലേക്കും എല്ലാം പോകുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒന്നാമത്തെ പടിയിൽ, കാഴ്ചയിൽ തന്നെ സ്വന്തം വസ്ത്രം വഴി ഞാൻ അതിനെ പറ്റിയാളല്ല എന്ന് കാണണമെന്ന് തന്നെ ഇസ്ലാം പഠിപ്പിച്ചത്. അതിലെന്താണ് പ്രശ്നം? അതേപോലെ തന്നെ ആക്രമിക്കപ്പെടരുത്. വളരെ ക്ലിയറാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ആ നിർദ്ദേശം പാലിക്കണമെന്ന് ഇന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ഇന്ത്യയിലെ തന്നെ മുസ്ലിം ബുദ്ധിജീവികളല്ലാത്ത, പണ്ഡിതന്മാരല്ലാത്ത ആളുകൾ പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് മാന്യമായി വസ്ത്രം ധരിക്കുക, എങ്കിൽ തന്നെ ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ പോയി കിട്ടും എന്ന് പറയുമ്പോൾ മുസ്ലിം പേരുള്ള ചില ബുദ്ധിജീവികൾക്ക് ഇസ്ലാമിന് എന്തോ ഒരു അംഗീകാരം വന്നു പോകുന്നുണ്ടോ എന്ന് ഭയപ്പാട് കൊണ്ട് തങ്ങളുടെ മതേതര വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ചടുല നൃത്തങ്ങളിൽ നമ്മൾ സഹതപിക്കുക മാത്രമേ നിർവാഹമുള്ളൂ എന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് യഹിയ, സ്വദേശം നല്ലളം. ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചുവല്ലോ, സ്ത്രീ നഗ്നതയാണ് സ്ത്രീ പീഡനത്തിനുള്ള പ്രധാന കാരണമെന്ന്. അങ്ങനെയെങ്കിൽ അല്പവസ്ത്രധാരികളായ ആദിവാസി സ്ത്രീകളുടെ ഇടയിൽ ഉയർന്ന നിരക്കിലുള്ള ഒരു സ്ത്രീ പീഡനം കാണണ്ടേ? ശ്രീനഗ്നതയാണ് സ്ത്രീപീഡനത്തിൻ്റെ കാരണമെങ്കിൽ അല്പവസ്ത്രധാരികളായ ആദിവാസികൾക്കിടയിൽ സ്ത്രീപീഡനം കാണേണ്ടതല്ലേ എന്നാണ്. തീർച്ചയായും കാണേണ്ടതാണ്, കാണുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദിവാസികൾക്കിടയിൽ സ്ത്രീകൾ പലപ്പോഴും പല ആദിവാസി സമൂഹങ്ങളിലും ലൈംഗികതയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിയമങ്ങൾ വളരെ വിചിത്ര നിയമങ്ങളാണ്. ആ നിയമങ്ങളിൽ, ചില ആദിവാസി സമൂഹങ്ങളിലുള്ള നിയമങ്ങളിൽ ഒരു സ്ത്രീയുമായി ഒരുപാട് ആളുകൾക്ക് ബന്ധപ്പെടുവാൻ അവസരം നൽകുന്ന നിയമങ്ങളുണ്ട്. അവർക്ക് ആ രൂപത്തിലുള്ള നിയമങ്ങൾ തന്നെ, നിയമപൂനം തന്നെ അനുവദിക്കുന്ന ആദിവാസി സമൂഹങ്ങളുണ്ട്. അതേപോലെ തന്നെ ആ നിയമം മൂലം ഇണ ആയിക്കഴിഞ്ഞയാൾ അതല്ലാത്തവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ശിക്ഷ അതിക്രൂരമാണ്. അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിക്രൂരം എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ചിടത്തോളമുള്ള അന്തമാനിലാണല്ലോ, അന്തമാൻ നിക്കോബർ ഐലൻഡുകളിലാണ് ഇന്ന് ഇന്ത്യയിൽ ഉള്ള ഏറ്റവും പ്രാചീനമായ സംസ്കാരമുള്ള ആദിവാസികളുടെ ജർവകൾ എന്നാണ് അവരുടെ പേര്. അവർക്കിടയിലുള്ള നിയമം, അവർ നിയതമായ രൂപത്തിൽ ഉള്ളതല്ലാതെയുള്ള ലൈംഗിക ബന്ധം നടന്നു കഴിഞ്ഞാൽ പുരുഷന്റെ ലൈംഗികാവയവം ഛേദിച്ച് കളയുക എന്നതാണ് അവരുടെ നിയമം. അതുകൊണ്ട് തന്നെ അതിനോടുള്ളൊരു ഭയപ്പാട് സ്വാഭാവികമായി നിലനിൽക്കും എന്നതുകൊണ്ടുകൂടിയാകണം അത്തരം നിയന്ത്രണങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പേര് പറഞ്ഞതാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കാനിടയായി, വെറും 40 വയസ്സായ ഒരു സ്ത്രീ
ഒരു 12 വയസ്സായ വീട്ടിൽ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന ഒരു ആൺകുട്ടീനെ ഉപയോഗപ്പെടുത്തി നിർബന്ധിച്ച് വേണ്ടാത്ത പണിയൊക്കെ ചെയ്യിച്ച് പറയാൻ പറ്റില്ല. എന്നിട്ട് അവിടേക്ക് അവസ്ഥ എത്തിച്ചേർന്നു. അപ്പോൾ സ്ത്രീകളും അതിൽ പങ്കാളികളാണ്, പുരുഷൻ മാത്രമല്ല. അപ്പോൾ ഹിജാബ് സ്ത്രീക്കും പുരുഷനും ബാധകമാണ് എന്നുള്ളതല്ല അതിലേക്ക് വിരച്ചുകൊണ്ടുന്നത്. അതിലേക്ക് വിരച്ചുകൊണ്ടുന്ന ഒരു കാര്യം കൂടി പറയാം. ഈ കെട്ടലും ചെല്ലലും ഇങ്ങനെ തുടർച്ചയായിട്ട് പോവുകയാണ്. അപ്പൊ കെട്ടലും ചെല്ലലും തുടർച്ചയായി പോകുമ്പോൾ ഈ സംഭവത്തിൽ എന്താ വെച്ചാൽ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി ചെറിയ കുട്ടികളെ വരെ ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നത്. ആലോചിച്ച് നോക്കൂ കാര്യങ്ങൾ, ലോകത്തിന്റെ കിടപ്പ്. കെട്ടലും മൊയ്യല്ലലും ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടതാണ്. പണത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് അവസാനിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് സ്ത്രീകൾ മാത്രമല്ല കുറ്റവാളികൾ, അതിന് പുരുഷനും അല്ല സ്ത്രീകളും അതിന് കുറ്റവാളികളാണ് എന്നുള്ള നിലക്കുള്ള ഒരഭിപ്രായം കൂടിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇതിലെന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. സ്ത്രീകൾ മാത്രമല്ല പുരുഷൻ മാത്രമല്ല, സ്ത്രീകളും കുറ്റവാളികളാണ് എന്നതിനുള്ള ഉദാഹരണ സഹിതമാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു പെണ്ണിനൊരിക്കലും ബലാത്സംഗം ചെയ്യാൻ കഴിയില്ല. പുരുഷപ്രകൃതി എന്ന് പറഞ്ഞാൽ ബലാത്സംഗം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളതല്ല. പെണ്ണിന് പ്രലോഭിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പുരുഷൻ്റെ ശരീരം ശാരീരിക ബന്ധത്തിന് സജ്ജമാവുകയും, നിങ്ങൾക്കറിയാവുന്നതാണ്, ലൈംഗികമായ ഉദ്ധാരണം സാധിക്കുമ്പോൾ മാത്രമാണ് ശാരീരിക ബന്ധം നടക്കുള്ളൂ. അപ്പോൾ പ്രലോഭിപ്പിക്കുവാനും അതിലേക്ക് കൊണ്ടുപോകുവാനുമെല്ലാം കഴിയുമെന്നല്ലാതെ പെണ്ണിനൊരിക്കലും തന്നെ പുരുഷനെ ബലാത്സംഗം ചെയ്യാൻ കഴിയില്ല. അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായും ഈ പയ്യനെ അവൾ പ്രലോഭിപ്പിക്കുകയും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തതായിരിക്കും. അതും പെൺപീഡനവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നർത്ഥം. പെണ്ണിനെ ഇതേപോലെയല്ല, ഒരു പ്രലോഭനവും ഇല്ലാതെ തന്നെ പെണ്ണ് പൂർണ്ണമായും നിഷേധിച്ചാലും പെണ്ണുമായി ബന്ധപ്പെടാൻ പുരുഷന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന കാര്യവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തീർച്ചയായും പെണ്ണ് എന്നത് പല വിഷയങ്ങളിലും ഇതേപോലെയുള്ള വഴിപിരിവുകൾ ഉണ്ടാകാറുണ്ട്. അവിടെ വസ്ത്രമല്ല പ്രശ്നം, പെണ്ണിൻ്റെ ലൈംഗികതയാണ് പ്രശ്നം, പുരുഷൻ്റെ ലൈംഗികതയാണ് പ്രശ്നം. പെണ്ണിന് സംതൃപ്തമായ ലൈംഗികത ലഭിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇസ്ലാം അവിടെയും കൃത്യമായ നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം ഇണ, ആ ഇണ പെണ്ണിന് അവൾക്ക് തൃപ്തിയുള്ള ലൈംഗികത നൽകുവാൻ സാധിക്കുന്നവനാകണം. അതില്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ അവന് കഴിയണം. അവൾക്ക് സംതൃപ്തിയില്ലെങ്കിൽ അവൾക്ക് വിവാഹമോചനത്തിന് വരെ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. അവിടെ സംതൃപ്തമായ ലൈംഗികത ഒരു പുരുഷനിൽ നിന്ന് അനുഭവിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരവസ്ഥയിലും മറ്റൊരു പുരുഷനെ പ്രലോഭിപ്പിക്കേണ്ട അവസ്ഥയുണ്ടാവുകയില്ല എന്നാണ് ലൈംഗിക ശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. തീർച്ചയായും സ്ത്രീകളിലും ഇത്തരം തിന്മകളിലേക്ക് പോകുന്നവരുണ്ടാകും. പക്ഷെ അത് പുരുഷൻ്റേതുപോലെ ഒരു പീഡനാവസ്ഥയിൽ എത്തുകയില്ല എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുനീർ, പാവങ്ങാട് സ്വദേശിയാണ്. എൻ്റെ ചോദ്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പല കാരണങ്ങൾ പറഞ്ഞു. അതിൽ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാരണം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഈ മിക്സ്ഡ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത്? കാരണം നമുക്കറിയാം, ഇപ്പോൾ ഡൽഹിയിൽ നടന്ന പ്രശ്നത്തിൽ തന്നെ ആ കുട്ടി പാതിരാ സമയത്ത് അവൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ സിനിമയ്ക്ക് പോയതാണ്. മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ട വ്യക്തി എന്നുള്ളവർക്കറിയാം, നമ്മുടെ സ്ഥാപനങ്ങളിൽ പോലും ഇപ്പോൾ പ്രത്യേകിച്ച് SLC കഴിഞ്ഞ കുട്ടികൾക്ക് മിക്സ്ഡ് സ്ഥാപനങ്ങളിൽ അവർക്ക് യാതൊരു കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇത് ഇസ്ലാം ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നാണ് ഇസ്ലാം? ഇതേപോലുള്ള പ്രശ്നങ്ങളിൽ പലപ്പോഴും മിക്സഡ് സ്ഥാപനങ്ങൾ അത് സൃഷ്ടിക്കുന്ന ഒരുപാട് ധാർമ്മിക പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാടാണ് മുനീർ ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാവുന്നൊരു വസ്തുത, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ, ആ വളർച്ചയുടെ ഘട്ടങ്ങളിൽ കൃത്യമായ മാർഗനിർദ്ദേശവും ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങളും പാലിക്കാതിരുന്നാൽ, അത് പാലിക്കാത്തതിൻ്റെ ഫലമായി ഉണ്ടാകാറുള്ള അപകടങ്ങളിൽ പെട്ടത് തന്നെയാണ് ഇപ്പോൾ
സ്കൂളുകളിലും മറ്റുമെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാമികമായ നിയമം അനുസരിച്ച് ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചാകുന്ന ഒരവസ്ഥയെ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. തുറന്ന് ഒരു കാര്യവുമില്ലാത്ത രൂപത്തിൽ പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും തുറന്ന് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിനെ ഇസ്ലാം അനുവദിക്കുന്നില്ല. സ്വകാര്യമായി ആണും പെണ്ണും ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇതെല്ലാം തന്നെ ഞാൻ ഈ പറയുന്ന അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നെടുത്താൽ എല്ലാം ഇസ്ലാം പറഞ്ഞ നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത് എന്ന് പറഞ്ഞ ആ സമീപിക്കലിന്, ലാ തഖ്റബുസ്സിന എന്ന് പറഞ്ഞ ആ വ്യഭിചാരത്തിൽ എത്തിച്ചേരുന്ന പ്രവർത്തനങ്ങളാണ് എന്നുള്ള വസ്തുത നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മമായ കാര്യം, ഏറ്റവും നല്ലത് തീർച്ചയായും ആൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ വിദ്യാലയങ്ങളും പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ വിദ്യാലയങ്ങളും ഉണ്ടാകൽ തന്നെയാണ്. എന്നാൽ നിലവിലുള്ള സാമൂഹ്യ സാഹചര്യത്തിൽ പലപ്പോഴും അത്തരം വിദ്യാലയങ്ങളുടെ അപര്യാപ്തത നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിലവിലുള്ള വിദ്യാലയങ്ങളിൽ ഇസ്ലാമികമായ ചിട്ട പാലിച്ചുകൊണ്ട് പോകലും അതുമായി പെരുമാറലും മാത്രമേ മുസ്ലിം സമൂഹത്തിൽ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. പക്ഷേ മുസ്ലിം സംഘടനകളും അതേപോലെയുള്ള പ്രസ്ഥാനങ്ങളുമെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, പരമാവധി ആൺപെൺ സൗഹൃദം അന്തരീക്ഷത്തിന് പകരം, സൗഹൃദം എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും സൗഹൃദത്തിലാകുന്ന അന്തരീക്ഷത്തിന് പകരം കൃത്യമായ വിധിവിലക്കുകളുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുവാനാണ്. യഥാർത്ഥത്തിൽ ആണും പെണ്ണും വേറെ വേറെ വിദ്യാഭ്യസിപ്പിക്കണം എന്നതിൻ്റെ ധാർമ്മികമായ കാരണം മാത്രമല്ല ഉള്ളത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയും. ഇന്ന് അമേരിക്കയെപ്പോലെയുള്ള രാജ്യങ്ങളിലുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, പ്രത്യേകിച്ചും തലച്ചോറുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്ന ആളുകൾ വളരെ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുള്ള കാര്യം, ചെറിയ ക്ലാസ്സുകൾ മുതൽക്ക് തന്നെ ആൺകുട്ടിക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസവും ശൈലിയും രൂപവും വ്യത്യസ്തമാണ് എന്നും പെൺകുട്ടിയുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ആൺകുട്ടിയുടെ തലച്ചോറിന്റെ വികാസവും അവൻ കാര്യങ്ങൾ കാണുന്ന രീതിയും എല്ലാമെന്നും, അതുകൊണ്ട് തന്നെ ചെറിയ ക്ലാസ്സുകൾ മുതൽക്ക് തന്നെ ആൺകുട്ടിയെ പഠിപ്പിക്കേണ്ട രീതിയിലല്ല പെൺകുട്ടിയെ പഠിപ്പിക്കേണ്ടത് എന്നും പെൺകുട്ടിയെ പഠിപ്പിക്കേണ്ട രീതിയിലല്ല ആൺകുട്ടിയെ പഠിപ്പിക്കേണ്ടത് എന്നുമുള്ള ചിന്തയാണ് ഇന്ന് ലോകത്ത് ഒന്നാം ലോക രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പോലും മുന്നോട്ട് വെക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പെണ്ണിനെ നല്ല പെണ്ണായും പുരുഷനെ നല്ല പുരുഷനായും ആക്കിത്തീർക്കലാണ് വിദ്യാഭ്യാസമെങ്കിൽ, ആണിനെ പെണ്ണാക്കുകയും പെണ്ണിനെ ആണാക്കുകയും ചെയ്യുന്ന ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് പകരം നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ രൂപത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിലുള്ള പരിമിതികളിൽ നമ്മൾ ഉള്ള പരിമിതികൾ ഉപയോഗപ്പെടുത്തുക മാത്രമേ നിർവാഹമുള്ളൂ എന്ന ഒരു പരിമിതി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആ പരിമിതിയിലെന്നും കഴിയുന്നതിന് പകരം, അഭിരമിക്കുന്നതിന് പകരം ആണിനെയും പെണ്ണിനെയും അവരുടെ പ്രകൃതി അനുസരിച്ച് അവർക്ക് വികസിക്കാൻ കഴിയുന്ന തലത്തിൽ വളരാൻ വിടുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി വരേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. സഹോദരിമാർക്ക് ചോദിക്കാനുള്ള അവസരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് വർദ്ധ, കല്ലായി സ്വദേശിയാണ്. സ്ത്രീപീഡനത്തിനുള്ള പ്രതിവിധിയിൽ പ്രധാനമാണല്ലോ അവളുടെ വസ്ത്രധാരണം. എൻ്റെ ചോദ്യം, മുഖം ഉൾപ്പെടെ ശരീരം മൊത്തത്തിൽ മറക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? 24-ാം അധ്യായത്തിൽ 30-31 വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മലയാള പരിഭാഷയിൽ നമ്മുടെ സലഫി പണ്ഡിതന്മാർ കൊടുത്ത അടിക്കുറിപ്പിൽ പുറത്തു പോകുമ്പോൾ ശരീരം മൊത്തം മറയ്ക്കണമെന്നാണ് പ്രബലമായ അഭിപ്രായം എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ചോദിക്കാൻ കാരണം, എൻ്റെ എളാപ്പ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നീ മുഖം മറയ്ക്കുന്നത്? അത് ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും വൈകേടിലാണ് എന്ന്. അദ്ദേഹത്തിന് അത് ചോദിക്കാനുണ്ടായ പ്രചോദനം, ഞാനും താങ്കളും അടങ്ങുന്ന സലഫി പ്രസ്ഥാനത്തിലെ ചില പണ്ഡിതന്മാർ മുഖം മറയ്ക്കുന്നതിനെ പുട്ടുകുറ്റിക്ക് തുണി ചുറ്റിയ പോലെ എന്ന് പരിഹസിച്ചിട്ടുണ്ട്. ഇസ്ലാമിക വിധിയിൽ ഇതിന് താങ്കളുടെ അഭിപ്രായം എന്താണ്? മുഖം മറക്കുന്നതിനെ കുറിച്ചാണ് സഹോദരിയുടെ ചോദ്യം.
ആരോ പുട്ടുതൂറ്റിക്ക് തുണി ചുറ്റിയതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവരുടെ വല്ലാതെ വികാരം വ്രണപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആരോപത്തിലുള്ള വികാര പ്രകടനങ്ങളും വികാര വ്രണപ്പെടുത്തുന്ന വർത്തമാനങ്ങളും ആരായാലും ഉപേക്ഷിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിലെ 30-31 വചനങ്ങളെ വ്യാഖ്യാനിച്ച ചില പണ്ഡിതന്മാർ മുഖവും മറക്കേണ്ടത് നിർബന്ധമാണ് എന്ന് വ്യാഖ്യാനിച്ച ആളുകളുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും എങ്ങനെയാണ് ഖുർആൻ പ്രയോഗവൽക്കരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ സ്വഹാബ വനിതകൾ മുഖം മറക്കാതെ തന്നെ ജീവിച്ചിരുന്നു എന്നും അന്യപുരുഷന്മാരുമായി ഇടപഴകുന്ന സന്ദർഭത്തിൽ ഇസ്ലാമികമായ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മുഖവും മുൻകൈയും മറക്കാതെ തന്നെ ഇടപഴകിയിരുന്നു എന്നതിനുമുള്ള ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന വാദവും ഉന്നയിക്കുന്നു. വലിയ പണ്ഡിതന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അഭിപ്രായ വ്യത്യാസത്തിൽ അഭിപ്രായം പറയാൻ മാത്രം ഉള്ള ഒരു വിവരമോ വിജ്ഞാനമോ ഉള്ളയാളല്ല ഞാൻ. എന്നാൽ ഇവിടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതനായി അറിയപ്പെടുന്ന മുഹമ്മദ് നാസറുദ്ദീൻ അൽ അൽബാനി, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള സഹാബ സ്ത്രീകളുടെ ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുഖം മറക്കാതിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ മുഖം മറക്കുന്നത് നിർബന്ധമാണ് എന്ന വാദം അള്ളാഹു അനുവദിച്ചതിനെ ഹറാമാക്കലാണ്, അള്ളാഹു അനുവദിച്ചതിനെ അനുവദിക്കാതിരിക്കലാണ് എന്ന ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ 2 ഗ്രന്ഥങ്ങളുണ്ട്. തീർച്ചയായും എതിരിൽ അഭിപ്രായമുള്ള പണ്ഡിതന്മാരുമുണ്ട് മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന. ഏതായിരുന്നാലും സഹോദരിയെപ്പോലെയുള്ള ഒരാൾക്ക് തനിക്ക് മുഖം മറക്കുന്നതാണ് നല്ലത് എന്ന് സ്വയം തോന്നുകയും അങ്ങനെ ആ മുഖം മറക്കാൻ സ്വയം സന്നദ്ധമാവുകയും ചെയ്താൽ അതിനെ കളിയാക്കാനോ അതിനെ എതിർക്കാനോ അതിനെ വിമർശിക്കുവാനോ ഒന്നും ആരും സന്നദ്ധമാകേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷബീർ, വയനാട് സ്വദേശിയാണ്. പിന്നെ ബലാത്സംഗത്തിന് 8 ഷണ്ഡീകരണമാണ് ഒരു ശിക്ഷാ നടപടിയായിട്ട് ഒരു വാദം ഉണ്ട്. അത് ഇസ്ലാമിക ശിക്ഷാ നടപടിയേക്കാൾ ഒന്നുകൂടെ ബെറ്റർ അല്ലേ എന്നാണ് ചോദ്യം. ഷണ്ഡീകരണം ഇസ്ലാമിക ശിക്ഷാവിധിയേക്കാൾ നല്ലതല്ല എന്നാണ് ചോദ്യം. എങ്ങനെയാണ് നല്ലതാവുക എന്നുള്ളതാണ് അടുത്ത വിഷയം. യഥാർത്ഥത്തിൽ ഷണ്ഡീകരണം എന്നത് ഒരു ശിക്ഷാവിധിയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനപരമായൊരു മനുഷ്യൻ്റെ ജീവിതത്തെ ആ ജീവിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ ആ ജീവിതത്തെ സമഗ്രമായി നോക്കിക്കാണുകയും ജീവിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ആ രംഗത്തുള്ള അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ശിക്ഷ എന്ന് പറയുമ്പോൾ കുറ്റത്തിനുള്ള ശിക്ഷയാകണം. ആ ശിക്ഷയുടെ അടിസ്ഥാനപരമായ സംഭവം പുറത്തുള്ള ആളുകൾക്ക് അത് വലിയ ഒരു പാഠമാകണം. ആ പാഠം സൃഷ്ടിക്കുന്ന ശിക്ഷയാവുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ശിക്ഷാസമ്പ്രദായം. ആ ശിക്ഷാസമ്പ്രദായത്തിൽ ഷണ്ഡീകരണം സംഭവിച്ചാൽ, ഒരാളെ ഷണ്ഡീകരിച്ചു എന്ന് വിചാരിക്കുക, ആ ഷണ്ഡീകരിച്ചാൽ ഇന്നത്തെ പുതിയ മെഡിക്കൽ സയൻസ് വികസിക്കുകയും ആ ഷണ്ഡീകരിച്ച മാർഗത്തെ തിരിച്ച് ശരിയാക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കുകയെല്ലാം ചെയ്യും. ഇവിടെ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ശിക്ഷയുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. അപ്പോഴും ഒരു ശിക്ഷാസമ്പ്രദായം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാം പറഞ്ഞ ശിക്ഷാസമ്പ്രദായങ്ങൾ പരസ്യമായി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ജനങ്ങൾക്ക് അതിൽ പാഠമുണ്ടാവുകയും ജനങ്ങൾ ആ തെറ്റിലേക്ക് പോകാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത. ഷണ്ഡീകരണം പോലെയുള്ള ശിക്ഷാസമ്പ്രദായങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് പ്രകൃതി വിരുദ്ധമായത് കൊണ്ടാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷണ്ഡീകരണത്തെ പൊതുവെ നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിരോധിച്ച ഒരു കാര്യം വെച്ചുകൊണ്ടുള്ള ഒരു ശിക്ഷാസമ്പ്രദായം ഇസ്ലാം അനുവദിക്കാറില്ല എന്നതുമാകാം അതിന് കാരണം. അസ്സലാമു അലൈക്കും.
ഞാൻ ഷംജിത്ത്, മലപ്പുറം താനൂർ സ്വദേശിയാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ആധുനിക സൗകര്യങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് സ്ത്രീപീഡനത്തിന് കാരണമെന്ന് സുഹൈൽ തൻവീർ സാഹിബ് ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. എൻ്റെ ചോദ്യം, നമ്മൾ ആദ്യം ഉത്ബോധനം നടത്തേണ്ടത് സ്ത്രീകളുടെ ഇടയിലല്ല, രക്ഷിതാക്കളുടെയും ഭർത്താക്കന്മാരുടെ ഇടയിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമുണ്ട്, എനിക്ക് ശേഷം 3 വിഭാഗം ജനങ്ങൾ വരാനുണ്ട്, അവരെ ഞാൻ കണ്ടിട്ടില്ല. അതിലൊരു വിഭാഗം സ്ത്രീകളാണ്. അവർ വസ്ത്രം ധരിച്ചിരിക്കും, പക്ഷേ നഗ്നരായിരിക്കും. അവരുടെ തല ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ നടക്കുമ്പോൾ ആടിക്കൊണ്ടിരിക്കുമെന്ന്. ഇമാം ബക്കർ സാഹിബിൻ്റെ നിർദ്ദേശം ശ്രമിക്കാനുള്ള താല്പര്യം. യഥാർത്ഥത്തിൽ ഉത്ബോധനം നടത്തേണ്ടത് ഭർത്താക്കന്മാരെയും പിതാക്കളെയുമാണ് എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിർദ്ദേശം. വളരെ ഗൗരവതരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. പലപ്പോഴും പീഡനമെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രശ്നമുണ്ടായി, കുഴപ്പമുണ്ടായി, അതിനുശേഷം കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളായി തീരാറാണ് രക്ഷിതാക്കൾ. 1-ാം തീയതി മുതൽ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതിരിക്കുകയും തിന്മ വന്നു ഭവിക്കുകയും പ്രയാസമുണ്ടാവുകയും ചെയ്തതിന് ശേഷം മാത്രം അതിൽ സങ്കടപ്പെടുകയും ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചെറുപ്പത്തിൽ മുതൽ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നത് മുതൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, കുട്ടികളെ ചെറുപ്പത്തിൽ കാണിച്ചു കൊടുക്കുന്നത് മുതൽ വളരെ മ്ലേച്ഛമായി കുട്ടിയുടെ മനസ്സിനെ തെറ്റായി സ്വാധീനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത് മുതൽക്ക് സംഭവിക്കുന്നത്. സത്യത്തിൽ കുട്ടിയുടെ തലച്ചോറിൻ്റെ രൂപീകരണത്തിൻ്റെ ആദ്യത്തെ പടി 6 മാസം വരെയുള്ള സമയമാണെന്ന്. തലച്ചോർ രൂപീകരണത്തിൻ്റെ 1-ാമത്തെ ഘട്ടം 6 മാസം വരെയുള്ള സമയമാണ്. 2-ാമത്തെ ഘട്ടം 6 വയസ്സ് വരെയുള്ള സമയമാണ്. പിന്നീട് 12 വയസ്സ് വരെയുള്ള സമയം. 12 വയസ്സാകുമ്പോഴേക്ക് തലച്ചോർ രൂപീകരണം ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു എന്നാണ്. നമ്മൾ മാതാപിതാക്കൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എൻ്റെ ചോദ്യകർത്താവ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാനൊരു അല്പം കൂടി കടന്ന് പറയാൻ, ഈ സമയത്തെല്ലാം കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് നമ്മൾ കണ്ടതെന്താണ്, നമ്മൾ അനുഭവിച്ചതെന്താണ്? ടെലിവിഷൻ എന്ന പേരിൽ നമ്മുടെ എല്ലാം സ്വീകരണ മുറികളെ വ്യഭിചാരശാലകളാക്കി മാറ്റുന്ന സാധനമുണ്ടല്ലോ. ഇതിനെ നമ്മുടെ കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നിലിരിക്കുകയും അതിൽ ഉള്ള അർദ്ധനഗ്ന രംഗങ്ങൾ കുട്ടിയെ കാണിക്കുകയും ചെയ്യുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ധാർമ്മികതയെക്കുറിച്ച് തന്നെയുള്ള മറ്റൊരു കാഴ്ചപ്പാട് രൂപപ്പെടുകയാണ്. കുട്ടിയുടെ തലച്ചോറിൻ്റെ അടിസ്ഥാന ധാർമ്മിക തന്നെ മാറുകയാണ്. അത് വലിയൊരു വിഷയമാണ് ഇത്. അവിടെ നിന്ന് പ്രശ്നം തുടങ്ങുകയാണ്. എന്തുകൊണ്ട് ഇപ്പോഴുള്ള കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന ചോദ്യം, ആ ചോദ്യത്തിനെല്ലാമുള്ള മറുപടി അടിസ്ഥാനപരമായി സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഇപ്പോഴുള്ള കുട്ടികൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്താ ഈ കേരളത്തിൽ, നമ്മുടെ കേരളത്തിൽ ഒരു ഗ്രാമപ്രദേശത്തിലെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ നടത്തിയ ഒരു പഠനം, ആ കുട്ടികൾ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നത് ഗർഭം ധരിക്കുകയില്ല എങ്കിൽ ശാരീരികമായി ബന്ധപ്പെടുന്നത് ഒരു തെറ്റാണ് എന്ന് പോലും അവർക്ക് തോന്നുന്നില്ല. ഒന്ന് പിടിക്കപ്പെടരുത്, മറ്റൊന്ന് ഗർഭിണിയാകരുത്. നല്ലൊരു ശതമാനം കുട്ടികളുടെ, അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം പെടും. ഇത് കുട്ടികൾ പറഞ്ഞതല്ല, കുട്ടികൾക്ക് കൊടുത്ത ഒരു പ്രത്യേകമായ ചോദ്യാവലിക്ക് അവർ നൽകിയ ഉത്തരത്തിന് അകത്ത് നിന്ന് എടുത്ത കാര്യമാണ്. നേർക്ക് നേരെ പറയുമ്പോൾ ഇത് പറഞ്ഞോളണമെന്നില്ല എന്നർത്ഥം. ഞാൻ സൂചിപ്പിക്കുന്നത് എങ്ങനെ നമ്മുടെ കുട്ടികൾ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയി. ആ ചോദ്യത്തിന് ഉത്തരം തേടി നമ്മൾ ചെല്ലുമ്പോൾ പ്രതിക്കൂട്ടിൽ പ്രധാനമായി നിൽക്കുക നമ്മുടെ ടെലിവിഷൻ ആയിരിക്കും. രണ്ടാമതായി നിൽക്കുക നിങ്ങൾ കൊടുക്കുന്ന വീഡിയോ ഗെയിമുകളായിരിക്കും. അവിടെ നിന്ന് തുടങ്ങുകയാണ് ഈ പ്രശ്നം. ആ മാതാപിതാക്കൾ കുട്ടിയെ ഒരു വലിപ്പം എത്തിക്കഴിഞ്ഞാൽ, കുട്ടി ചെറുപ്പാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടിയാണ്, പക്ഷേ കുട്ടി വളർച്ച എത്തിയിട്ടുണ്ട്.
നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 8 വയസ്സും 9 വയസ്സുമെല്ലാമാണ് പെൺകുട്ടികൾ പ്രായപൂർത്തിയെത്തുന്ന പ്രായം. 8ഉം 9ഉം വയസ്സാണ്. പരമാവധി കേരളത്തിൽ 12 വയസ്സ് വരെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 12കാരി അല്ലെങ്കിൽ 8 വയസ്സുകാരി 9 വയസ്സുകാരി ചെറിയ കുട്ടിയാണ്. പക്ഷെ കുട്ടി പെണ്ണായി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഉടുക്കുന്ന വസ്ത്രം, അവർക്ക് നൽകുന്ന ഉടയാടകൾ, ഇതേ അവസ്ഥയിലുള്ള ആൺകുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന വികാരം എന്താണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അത്തരം വസ്ത്രങ്ങൾ ഉടുപ്പിച്ചുകൊണ്ട് നഗ്നതാ പ്രകടനം നടത്തുന്ന പെൺകുട്ടികളുടെ പിതാക്കളെയും ഭർത്താക്കളെയും സഹോദരന്മാരെയും കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച പ്രയോഗം കൂട്ടിക്കൊടുപ്പുകാരെന്നാണ്. കൂട്ടിക്കൊടുപ്പുകാർ എന്നത് നമ്മുടെ മലയാളത്തിലെ പ്രയോഗമാണല്ലോ. വ്യഭിചാരശാലകളിൽ കൂട്ടിക്കൊടുക്കുന്ന ആളുകൾ, ആ രൂപത്തിലുള്ള പ്രയോഗമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ട കാര്യമാണ്. കുട്ടികൾ കൈവിട്ടു പോവുകയും കുട്ടികൾ എന്തെങ്കിലുമെല്ലാം പ്രശ്നമുണ്ടാക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്കറിയാം, ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. എറണാകുളത്താണ് കേരളത്തിൻ്റെ ഹൈക്കോടതി ഉള്ളത്. പലപ്പോഴും ആ ഹൈക്കോടതിയുടെ മുന്നിൽ കാണുന്ന കാഴ്ചകളിലൊന്ന് 18ഉം 19ഉം 20ഉം 22ഉമെല്ലാം വയസ്സ് വരെ എല്ലാം നൽകി പോറ്റി വളർത്തിയ സ്വന്തം മാതാപിതാക്കളെ അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അവരൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്നലെ കണ്ട പുരുഷനാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൈ പിടിച്ചു പോകുന്ന പെൺകുട്ടികളെ ഒരുപാട് കാണാനും, അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ കാണാനും, ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തു പോയല്ലോ എന്ന് വിലപിക്കുന്ന ആളുകളായി തീരുന്നത് കാണാനുമെല്ലാം അവസരം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം രംഗങ്ങളിൽ എത്തിയതിന് ശേഷം ശ്രദ്ധിച്ചത് കൊണ്ട് കാര്യമില്ല. മറിച്ച് ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ നാം നമ്മുടെ ദൗത്യം നിർവഹിക്കണം. അത് മുലകുടി പ്രായം മുതൽ തുടങ്ങേണ്ടതാണ്. നിങ്ങൾ പ്രത്യേകിച്ച് മാതാക്കൾ ഈ 6 വയസ്സുവരെ ചെറിയ കുട്ടികളുടെ മുന്നിൽ ഈ വൃത്തികേടുകൾ കാണുന്ന ഏർപ്പാട് നിങ്ങളുടെ അടുത്ത് നിന്നുണ്ടാകരുത്. അതുണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ തലച്ചോറ് തന്നെ കേടുവരും. തലച്ചോറിന് കേട് വന്ന് കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാൻ കഴിയില്ല. തലച്ചോറ് നല്ലതാണെങ്കിൽ നമ്മൾ പിന്നീട് കേട് വന്നാൽ അത് നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിഞ്ഞേക്കും. തലച്ചോറ് തന്നെ കേടുവരുത്തുന്ന പരിപാടിയാണ് നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക, പിന്തിരിയുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് യാസിർ, പാവങ്ങാട് സ്വദേശിയാണ്. എൻ്റെ ചോദ്യം, അക്ബർക്ക് പറഞ്ഞ് ഒരു സ്ത്രീനെ കാണുമ്പോൾ പുരുഷൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേക ഹോർമോൺ ഉണ്ടാകുന്നു, ടെസ്റ്റോസ്റ്ററോൺ. അപ്പോൾ ഇത് ഇന്ന് നമുക്ക് പത്രങ്ങളിലും മാധ്യമങ്ങളിലും കാണാറുണ്ട്. പല പിതാക്കളും അല്ലെങ്കിൽ ഫാദർ ഇൻ ലോ, സെക്കൻഡ് ഫാദറൊക്കെ സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഈ കുട്ടികളെ കാണുമ്പോൾ, സ്വന്തം മക്കളെ കാണുമ്പോൾ ഫാദറിൻ്റെ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെ അല്ലെങ്കിൽ മറ്റ് മഹ്റൂമായ, സ്വന്തം വീട്ടിൽ കഴിയുന്ന മഹ്റൂമായ ആളുകൾക്ക് ഇങ്ങനെ ഒരു വികാരം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇവരെ മുന്നിൽ വീട്ടിനുള്ളിൽ തന്നെ സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴിച്ചു ബാക്കിയെല്ലാം മറക്കേണ്ടതുണ്ടോ എന്ന വിഷയമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞ് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട് മറ്റേത് നിർബന്ധമല്ലാന്ന്. നമ്മൾ ഖുറാനും ഹദീസും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജ്മാ നോക്കാറുണ്ടല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട്, മുഖം മറക്കുന്നതിനെ പറ്റിയിട്ട് ഇജ്മാ എന്താണ്, കൂടുതൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ്? അത് നിർബന്ധമാണെന്നാണോ അല്ലെങ്കിൽ മറ്റൊന്നാണോ? അതാണ് ചോദ്യം. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പ്രദർശനം വഴി ഉണ്ടാകാറുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ പലപ്പോഴും സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആളുകളായി സ്വന്തം പിതാക്കൾ മാറുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾ, മഹ്റമുകളായ ആളുകൾ മാറുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സത്യത്തിൽ മനുഷ്യൻ എന്നുള്ള വർഗത്തിൻ്റെ തന്നെ സവിശേഷത നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ശരിക്കും മനുഷ്യൻ എന്നുള്ള വർഗത്തിൻ്റെ സവിശേഷത ഈ രക്തബന്ധമുള്ള ആളുകൾ ഈ പറയുന്ന കാഴ്ചകളിൽ ലൈംഗികമായ ഉത്തേജനം ഉണ്ടാവൂല എന്നുള്ളതാണ്.
സ്വന്തം മാതാവിനെ കണ്ടാൽ ലൈംഗികമായ ഉത്തേജനം ഉണ്ടാകൂല സാധാരണഗതിയിൽ മനുഷ്യൻ എന്ന ഹോമോസാപ്പിയൻ എന്ന ജീവിയിൽ. സ്വന്തം സഹോദരനെ കാണുമ്പോൾ ഉണ്ടാവില്ല. അതിന് ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നൊന്നും പഠനങ്ങൾ എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു കുഞ്ഞ് മാതാവിൻ്റെ മുല കുടിക്കുന്ന സന്ദർഭത്തിൽ മാതാവിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ മാതാവിൻ്റെ ശരീരത്തിൽ ഉണ്ടായാൽ സ്വാഭാവികമായും അത് കുഞ്ഞിൻ്റെ ശരീരത്തിലെത്തും. കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞും മാതാവും തമ്മിലുള്ള ബന്ധം ദൃഢമാകും. ഒരേ മാതാവിൽ നിന്ന് ഓക്സിറ്റോസിൻ ലഭിച്ച ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, സഹോദരങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഓക്സിറ്റോസിൻ ലഭിച്ച ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകും. ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിൻ്റെ ദൗത്യങ്ങളിൽ ഒന്ന് പരസ്പര ബന്ധം ദൃഢമാക്കലാണ്. അതുകൊണ്ട് തന്നെ മുലപ്പാലിന് ബന്ധ ദൃഢീകരണത്തിൽ ഒരുപാട് പങ്കുണ്ട്. ഇസ്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്, മുലകുടി ബന്ധത്തെ രക്തബന്ധത്തെ പോലെ പരിഗണിച്ച ആദർശമാണ്. ഇന്ന് ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള ഈ രംഗത്തുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഈ വേണ്ട രൂപത്തിൽ മുലപ്പാൽ കിട്ടാത്തത് കൊണ്ട് ഈ കാരണങ്ങൾ ഉണ്ടാകാം. ശാരീരികമായാണ് ഞാൻ പറയുന്നത്, ജീവശാസ്ത്രപരമായാണ് പറയുന്നത്. അതല്ലെങ്കിൽ ലൈംഗിക വൈകൃതങ്ങളാകാം, അയാൾക്ക് ലൈംഗികമായ അസുഖങ്ങൾ ഉണ്ടാകാം. അതല്ലാത്ത സ്ഥിതിക്ക് സാധാരണഗതിയിൽ ഹോമോസാപ്പിയൻ എന്ന വർഗം തന്നെ സ്വന്തം മക്കളെയോ സ്വന്തം മാതാക്കളെയോ സ്വന്തം സഹോദരിമാരെയോ കാണുമ്പോൾ മറ്റ് സ്ത്രീകളെപ്പോലെ, സ്ത്രീകളുടെ ശരീരം കാണുമ്പോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെയുള്ള ലിബിഡോ ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിലല്ല എന്നുള്ളതാണ് പൊതുവായ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇങ്ങനത്തെ വല്ലതും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്, സഹോദരിമാരാണെങ്കിലും മക്കളാണെങ്കിലുമല്ല. അതല്ലാതെ ഒരു ജനറലൈസ് ചെയ്തിട്ടൊരു നിയമം നമുക്ക് കൊണ്ടുവരാൻ പറ്റൂലല്ലോ. ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ ആരോപത്തിലാണല്ലോ. പിന്നെ മുഖം മറക്കലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. അതിൽ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. എന്നാൽ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞ അഭിപ്രായം ഞാനിവിടെ സൂചിപ്പിച്ചു. ആ അഭിപ്രായം ഉൾക്കൊള്ളുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഇതേപോലെ തന്നെ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട, ഹിജാസുമായി ബന്ധപ്പെട്ട കുറേ പണ്ഡിതന്മാർ തിരിച്ചുള്ള അഭിപ്രായമുള്ളവരുമുണ്ട്. ഹദീസുകൾ, അൽബാനി ഉന്നയിച്ച ഹദീസുകളിലെ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറയുവാൻ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് എന്നതിൻ്റെ പദം പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അതിൽ ഒരു പക്ഷം പിടിക്കുവാൻ ഞാൻ ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ഇജ്മാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഒന്നിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ്. അതിങ്ങനത്തെ വിഷയങ്ങളുള്ളതല്ല. പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ടാവുക പുതിയ വിഷയങ്ങളിലാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ സംഭവങ്ങളെ മനസ്സിലാക്കുന്നിടത്തുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസം എക്കാലഘട്ടത്തിൽ ഉണ്ടാകാം. അതിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് തെളിവുകൾ വെച്ചുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞ തെളിവുകൾ എന്താണോ അത് പരിശോധിച്ചുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ എടുക്കേണ്ട നിലപാട്. ആ നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അസ്സലാമു അലൈക്കും. ഈയിടെയായിട്ട് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാനുള്ള ഒരു മാർഗം മുഖം മറയ്ക്കാതിരിക്കലാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ഒരു പെണ്ണ് പ്രസവിച്ചിട്ട് അതിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാണ് കണ്ണ് മാത്രം ബാക്കി വെച്ച് ബാക്കിയൊക്കെ ഹിജാബ് നല്ല പർദ്ദ ധരിച്ചിട്ട് അവിടെ പോയി. 15 ദിവസം ആ പെണ്ണിനെ ഓൻ കുളിപ്പിച്ച് എന്നെ അവസാനം അടിച്ച് പുറത്താക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി കിടന്ന് ഓളെടുത്തുനിന്ന് മാല അടക്കം കവർന്ന്. ഇതൊരു നല്ല തട്ടിപ്പാണ്, ഈ കണ്ണ് മറിച്ച് അടക്കല്. ഓൽക്കൊക്കെ ആളുകളൊക്കെ കാണാം, ഇങ്ങോട്ട് കാണാൻ പറ്റില്ല. ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ വേണ്ടി റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ എങ്ങനെ നടക്കാണ്? ആള് ഡിസ്കൈസ് ചെയ്തിട്ട് തട്ടിപ്പ് നടത്തൂലേ? അപ്പൊ അങ്ങനെ റസൂലുള്ള പറയോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിക്കുമോ? മറച്ചുകൊണ്ട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നത് ശരിയാണ്. മറക്കുന്നത് കൊണ്ട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അത് പല രൂപങ്ങളിലുള്ള തട്ടിപ്പുകളുണ്ട്. അത് പെണ്ണിനെ മറക്കണം എന്നില്ല. ഇപ്പോൾ ഭീകരവാദികളെ മുഖം മറച്ചുകൊണ്ട് പല തരത്തിലുള്ള തെറ്റുകളും ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയോ എന്നെല്ലാം ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയോ എന്ന് പറയേണ്ട ആൾ ഞാനല്ല. റസൂൽ പടച്ചോനാ പറയണ്ടേ, റസൂൽ പറയണോ പറയണ്ടേ തീരുമാനിക്കും. ഇവിടെ തീർച്ചയായും പെണ്ണിൻ്റെ മുഖം എന്നുള്ളത് അവളുടെ ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റി മറക്കുവാൻ നിർബന്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. അത് കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള വിഷയത്തിൽ ഉള്ള ഹദീസുകളും പരിശോധിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഹദീസുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാപണ്ഡിതന്മാരിൽ പലരും നിർബന്ധമാണ് എന്ന് പറയാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഒരു പെണ്ണിന് താനിക്ക് തൻ്റെ സുരക്ഷയ്ക്ക് മുഖം മറക്കുകയാണ് നല്ലതെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ യാതൊരു നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ചെയ്യരുത് എന്നോ അത് തെറ്റാണ് എന്നോ പറയാൻ നിർവാഹമില്ല എന്നാണ് എനിക്ക് ചുരുക്കത്തിൽ പറയാൻ. സഹോദരിമാർ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ മുഖമറക്കുന്ന കാര്യത്തിൽ പറഞ്ഞിരുന്നല്ലോ, പല വിഷയത്തെക്കുറിച്ച് പല ആളുകളും പറഞ്ഞു. പക്ഷെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 3 പേര് 2 പേര് മുഖം മറച്ചിട്ടും 1 പേര് മുഖം മറക്കാതെയും വന്നേ. വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു. അങ്ങനെ സ്ത്രീ വെള്ളം എടുക്കാൻ വേണ്ടി പോയി. വെറുതെ ഒന്ന് വീട്ടിലാരും ഇല്ലാത്ത അവസ്ഥയിൽ കതക് മുട്ടിയിട്ട് പറഞ്ഞ് ഭർത്താവിനോട് നിങ്ങളൊന്ന് എണീക്ക്, ഭർത്താവ് വീട്ടിലില്ല. ആ സമയത്ത് പറഞ്ഞ് നിങ്ങളൊന്ന് എണീക്ക്, 2 ആരും വന്നിക്കണമെന്ന് പറഞ്ഞു. ഉടനെ തിരിച്ചു പോയി നോക്കുമ്പോൾ 2 പുരുഷനാണ് ആ മുഖം മറച്ച് വന്ന ആള്. അപ്പോൾ അതും ഒരു അപകടാവസ്ഥ തന്നെയല്ലേ? ശരി, അസ്സലാമു അലൈക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കൃത്യമായ ഒരു വിഷയത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും ചോദിക്കാനും പറയാനും ഒക്കെ ഒരുപാട് വേദികൾ സാധാരണ നിലക്ക് സംഘടിപ്പിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് ആ ചർച്ച, മുഖം മറക്കുന്നതും മറക്കാതിരിക്കുന്നതുമായ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. സ്ത്രീ പീഡനങ്ങൾ കാരണങ്ങളും പ്രതിവിധികളും എന്ന വിഷയമാണ് ചർച്ച നടക്കുന്നത്. സഹോദരിമാരുടെ ഭാഗത്ത് ആ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. അതല്ലെങ്കിൽ ഇവിടെ അടുത്ത ചോദ്യകർത്താവിനെ വിളിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫർസാന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു വ്യഭിചാരം നടന്നിട്ടുണ്ടെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലലായിരുന്നല്ലോ ശിക്ഷ. ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടെന്നല്ലാതെ എല്ലായിടത്തും അങ്ങനെ ഇല്ല. അപ്പം അത് വ്യഭിചാരത്തിൻ്റെ ആ ഒരു ഇത് കുറക്കല്ലേ ചെയ്യുന്നത്, അതിൻ്റെ ഗൗരവം. അപ്പോൾ പാശ്ചാത്യപിച്ചാൽ മതി എന്നുണ്ടാകുമ്പോൾ അത് പിടിക്കപ്പെടാത്ത കേസുകളൊക്കെ പാശ്ചാത്യപിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം കുറക്കല്ലേ ചെയ്യുക? റസൂലുള്ളാഹിന്റെ കാലത്ത് വ്യഭിചരിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലലായിരുന്നു. ഇപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലാതിരിക്കുന്നത് പ്രശ്നം ഗുരുതരമാക്കൂലേ എന്നാണ് ചോദ്യം. വ്യഭിചരിച്ച ആളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ഇസ്ലാമിൽ വിധിയില്ല. എന്താ ഇയാളെ പറയണെന്ന്? 4 ആളുകൾ കാണുക വ്യഭിചരിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിലെ വിധി. അതും വിവാഹിതനാണെങ്കിൽ 4 ആള് കാണുന്ന രൂപത്തിൽ വ്യഭിചരിച്ച സംഭവങ്ങളില്ലാത്തതുകൊണ്ടാണ് കല്ലെറിഞ്ഞു കൊല്ലാത്തത്. 4 സാക്ഷികൾ വേണോ? 4 സാക്ഷികൾ ഉണ്ടായാൽ പോരാ. 3 സാക്ഷിയാണെങ്കിൽ 3 ആളുകൾ കോടതിയിൽ പോയി പറഞ്ഞാൽ 3 ആൾക്ക് 80 അടി കിട്ടും. ഇസ്ലാം വ്യഭിചാരത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് ഈ ശിക്ഷാ സമ്പ്രദായം ഉണ്ടാക്കിയത്. അതല്ലാതെ എല്ലാ വ്യഭിചാരികളെയും കണ്ടുപിടിച്ച് പിടിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എറിഞ്ഞു കൊല്ലാൻ വേണ്ടിയല്ല. ഞാൻ പറഞ്ഞല്ലോ, വ്യഭിചാരം നടക്കുന്നു, 3 പേർ കണ്ടു, അവർ ദൃക്സാക്ഷിയാണ്. ആ ദൃക്സാക്ഷി കോടതിയിൽ പോയി പറഞ്ഞാൽ 3 പേരേ ഉള്ളൂ. എങ്കിൽ 3 പേർ കണ്ടോ ഇല്ലേ എന്നുള്ളത് വിഷയമല്ല. 3 പേർക്കും അടി കിട്ടും, 80 അടി വീതം. 4 പേരുണ്ടാകണം. 4 പേര് സാക്ഷ്യം സ്ഥിരമായി നിൽക്കണം. എപ്പോഴെങ്കിലും സാക്ഷി കാലുമാറാൻ പാടില്ല. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുടെ വ്യഭിചാരത്തിന്റെ ശിക്ഷക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യഭിചരിച്ചവരെ ശിക്ഷിക്കുക എന്നത്, വ്യഭിചാരം എന്ന് പറയുമ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരം നടക്കുന്ന ഏർപ്പാടാണ് കേട്ടോ, അതല്ലാതെ ബലാത്സംഗമല്ല. വ്യഭിചരിച്ചവരെ ശിക്ഷിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നത് എല്ലാം സ്വയം തെറ്റ് ഏറ്റു പറഞ്ഞ ആളുകളുടേതാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന വ്യഭിചാര ശിക്ഷയെക്കുറിച്ച് ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളത് സ്വന്തം തെറ്റ് ഏറ്റു പറഞ്ഞതാണ്. മുസ്ലിം സമൂഹത്തിൽ നടന്നത്, അഥവാ തെറ്റ് ചെയ്തു പോയി, ആ വിവാഹിതനാണ്
എന്നിട്ട് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരു സാക്ഷിയുമില്ല, ആരും കണ്ടിട്ടില്ല, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ ഈ ശിക്ഷയിൽ നിന്ന് വിടുതൽ ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പശ്ചാത്താപത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും ആ തെറ്റ് ഏറ്റുപറയുകയും അങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തതാണ്. അതല്ലാതെ 4 സാക്ഷികൾ ഉണ്ടായതല്ല. അപ്പോ 4 സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് വ്യഭിചാരത്തിന് ശിക്ഷയുള്ളത് എന്ന് മനസ്സിലാക്കുക. ആ ശിക്ഷ എന്നത് ശിക്ഷ നടപ്പാക്കുക എന്നതിനേക്കാൾ അധികം ആ ശിക്ഷ അത് ഈ വ്യഭിചാരം എന്ന തിന്മ സമൂഹത്തിൽ ഒരിക്കലും ഇല്ലാതിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ശിക്ഷ പലപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നടപ്പാക്കേണ്ട ഒരവസ്ഥയുണ്ടാകാത്തത് ഈ രൂപത്തിലുള്ള സാക്ഷികളെ ലഭിക്കാത്തത് കൊണ്ടാണ്. മാത്രവുമല്ല, ഇസ്ലാമിക ശിക്ഷാ സമ്പ്രദായം നിലനിൽക്കുന്ന നാടുകളിൽ വ്യഭിചാരത്തിൻ്റെ തോത് വളരെ പരിമിതമാണ് എന്നതുകൊണ്ട് കൂടിയാണ് എന്നുള്ളതാണ് വാസ്തവം.